2026 ഹജ്ജ് കർമ്മങ്ങൾക്കായി വിദേശത്തു നിന്നുള്ള തീർത്ഥാടകരുടെ വരവ് നാളെ മുതൽ ആരംഭിക്കുകയാണ്. അതിനിടയിൽ തീർത്ഥാടകർ നിർബന്ധമായും കൂടെ കരുതേണ്ട നുസ്ഖ് കാർഡിനെ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ അധികൃതർ പുറത്തിറക്കി. ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2026 ഹജ്ജ് കർമ്മങ്ങൾക്കായി വിദേശത്തു നിന്നുള്ള തീർത്ഥാടകരുടെ വരവ് നാളെ മുതൽ ആരംഭിക്കാനിരിക്കെയാണ് തീർത്ഥാടകർ നിർബന്ധമായും കൂടെ കരുതേണ്ട ചില നുസ്ഖ് കാർഡിനെ സംബന്ധിച്ച വിവരങ്ങൾ, നിർദ്ദേശങ്ങൾ അധികൃതർ പുറത്തിറക്കിയിരിക്കുന്നത്. സൗദി അറേബ്യയുടെ ഹജ്ജ് ഉംറ മന്ത്രാലയം നൽകുന്ന ഈ ഔദ്യോഗിക സ്മാർട്ട് തിരിച്ചറിയൽ രേഖ തീർത്ഥാടകർക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഹജ്ജിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓരോ തീർത്ഥാടകരും സൗദിയിലെത്തിയത് മുതൽ തിരികെ പോകുന്നതുവരെ ഈ സ്മാർട്ട് ID കൈവശം വെക്കേണ്ടതുണ്ട്. മിന, അറഫ, മുസ്തലിഫ തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് നുസ്ഖ് കാർഡ് ഒരു പ്രാഥമിക തിരിച്ചറിയൽ രേഖയായി തന്നെ വർത്തിക്കാനാകും. ഇതൊരു ഫിസിക്കൽ പാസ്സായും ഡിജിറ്റൽ പാസ്സായും ഉപയോഗിക്കാൻ സാധിക്കും. ചില നുസ്ഖ് കാർഡിൻ്റെ പ്രത്യേകതകളുണ്ട്. തീർത്ഥാടകരുടെ വ്യക്തിഗത വിവരങ്ങൾ, മെഡിക്കൽ വിവരങ്ങൾ, താമസ വിവരങ്ങൾ എന്നിവ ഒരൊറ്റ സ്മാർട്ട് കാർഡിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതേസമയം മക്ക പട്ടണം, വിശുദ്ധ ഹറം പള്ളി, മറ്റ് പുണ്യസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനം ഈ കാർഡ് മുഖേനയാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ഓരോ തീർത്ഥാടകനും അംഗീകൃതവും നിയമപരമായി രജിസ്റ്റർ ചെയ്തതുമായ ഹജ്ജ് തീർത്ഥാടകനാണെന്ന് സ്ഥിരീകരിക്കാൻ ഈ കാർഡ് സഹായിക്കും. ഹജ്ജ് തീർത്ഥാടകരുടെ യാത്രയും സേവനവും സുഗമമാക്കുന്നതിനാണ് നുസ്ഖ് കാർഡ് നിർബന്ധമാക്കിയിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തുന്ന ദശലക്ഷക്കണക്കിന് വരുന്ന തീർത്ഥാടകർക്ക് പുണ്യസ്ഥലങ്ങളിലെ സേവനങ്ങൾ എളുപ്പത്തിൽ തന്നെ ലഭ്യമാക്കാൻ ഈ സംവിധാനം വഴിയൊരുക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത്. അതേസമയം ഹജ്ജ് അനുമതി പത്രമില്ലാതെ പുണ്യകർമ്മങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കുന്നവർക്കും അവർക്ക് സഹായങ്ങൾ നൽകുന്നവർക്കുമെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം. ഏപ്രിൽ 18 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമപ്രകാരം നിയമലംഘകർക്ക് വൻതുക പിഴയും നാടുകടത്തലും ഉൾപ്പെടെയുള്ള നടപടികളാണ് നേരിടേണ്ടി വരിക. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.